ആരുടെയും സങ്കടങ്ങളെ തമാശയായി കാണരുത്. നമുക്കറിയില്ലല്ലോ അവർ എത്ര മോശമായ അവസ്ഥയിലായിരിക്കാമെന്നത്. തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അവരാരും തന്നെ അതിൽ നിന്നും കരകയറാനുള്ള ഊർജം നൽകില്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. ആലോചിച്ച് മാത്രം ജീവിതത്തിൽ ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുക. ഒരാൾക്ക് നമ്മളെ വെറും നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർത്ഥ്യമല്ല, അവരെ നമ്മൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ അവസരം കൊടുക്കാതെ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. എത്രയൊക്കെ വേദനിപ്പിച്ചാലും ചിലർ പിന്നെയും സ്നേഹിക്കുന്നത് വിഡ്ഢിയായതുകൊണ്ടല്ല, അവർക്ക് വെറുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. കഴിയുന്നത്ര മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു വ്യക്തിയെ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നാവാണ്. പരീക്ഷണവും പ്രയാസവുമില്ലാതെ ആരെയും ദൈവം മണ്ണിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന തിരിച്ചറിവ് മാത്രം മതി ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ആസ്വാദ്യകരമാക്കാൻ. നമുക്ക് ഒരു വിഷമം വന്നാൽ അത് നമ്മൾ തന്നെ അനുഭവിക്കണം. നമുക്ക് വിഷമം ഉണ്ടെന്ന് കരുതി നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കാതിരിക്കുന്നില്ല. എല്ലാവരും ഉണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ചെടികളിൽ ചിലത് ഔഷധമാണ്, ചിലത് ലഹരിയാണ്, ചിലത് വിഷമാണ്. മനുഷ്യരിലുമുണ്ട് ഇതുപോലെ. കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മളെ മാറ്റി നിർത്തിയേക്കാം. അവരുടെ മനസ്സിലെ മുൻഗണന മാറുമ്പോൾ നമ്മുടെ സ്ഥാനത്തിലും മാറ്റം വരാം. ഒരാൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളമുണ്ട്, അതായിരിക്കും നമുക്ക് അയാളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം. നിങ്ങൾ നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കാത്ത കാര്യങ്ങളും കണ്ണുകൊണ്ട് കാണാത്ത കാഴ്ചകളും ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് സംസാരിക്കരുത്. ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, ഇല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. എല്ലാം അതിൻ്റേതായ സമയത്ത് ഭംഗിയായി നടക്കുന്നതാണ്. അമിത ചിന്തകൾ പ്രയോജനം ചെയ്യില്ല. ഒരിക്കലും സംഭവിക്കില്ല എന്നു കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം. ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക. ഇല്ല എന്നിടത്ത് ഇല്ല എന്നും വേണ്ട എന്നിടത്ത് വേണ്ടാം എന്ന് തന്നെ പറയുക. എന്ത് വിചാരിക്കുമെന്ന് കരുതി പറയേണ്ടത് പറയാതിരുന്നാൽ നമ്മുടെ മൗനത്തിന് ചിലർ വില നിശ്ചയിക്കും. ആ വില ചിലപ്പോൾ നമ്മുടെ ജീവനും ജീവിതവുമായിരിക്കും. ജീവിതം വളരെ ചെറുതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾക്കുള്ള മരുന്ന് സ്നേഹവും ക്ഷമയുമാണ്. ആ മരുന്ന് നൽകാൻ കഴിയുന്ന വൈദ്യൻ നിങ്ങൾ തന്നെയാണ്. ഒരാൾ ആരുമായി ചങ്ങാത്തം കൂടുന്നുവോ അതനുസരിച്ച് അയാളുടെ നിലനിൽപ്പിലും സ്വഭാവത്തിലും മൂല്യത്തിലും വ്യത്യാസമുണ്ടാകുന്നു. ഭയപ്പെടേണ്ടത് ശത്രുക്കളെയല്ല, സ്നേഹിക്കുന്നവരെയാണ്. കാരണം മറ്റാരേക്കാളും തളർത്താനും തകർക്കാനും അവർക്കേ കഴിയൂ. എങ്ങനെ തുടങ്ങി എന്നതിനേക്കാൾ എങ്ങനെ തുടരുന്നു എന്നതാണ് ബന്ധങ്ങളുടെ ആഴവും വ്യാപ്തിയും തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് രക്തബന്ധങ്ങളെക്കാൾ ഹൃദയബന്ധങ്ങൾ പ്രസക്തമാകുന്നത്. ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും. നമ്മൾ നേടിയ വിജയം ജീവിതത്തിൽ ഉടനീളം സന്തോഷം നൽകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ മനസ്സിനെ എപ്പോഴും സന്തോഷമാക്കി വയ്ക്കണം. കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നമ്മളെ വിജയത്തിലേക്ക് നയിക്കും. ചിലരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് നമ്മളെ കിട്ടില്ല എന്നറിയുമ്പോൾ അവർ നമുക്ക് നൽകുന്ന പ്രതിഫലത്തിൻ്റെ ഒരു രൂപമാണ് ഒറ്റപ്പെടുത്തൽ. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നമ്മെ തേടി വരും, പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്ക്. വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, പക്ഷേ സ്വഭാവത്തെ നമുക്ക് മാറ്റാം. അത് വിധിയെ മാറ്റിമറിക്കും.